ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അസീമാണേ. ഒന്നും കൂടെ നിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ പൂവാറിൽ നിന്ന് ഇതുവരെയും ട്രിവാൻഡ്രത്തേക്ക് പോയിട്ടില്ല. ഇപ്പോഴും പൂവാറിൽ തന്നെയാണ്. ഈ വെളുപ്പിനത്തെ ഒരു വൈബ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം വെളുപ്പിനെ തന്നെ എണീച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് ഞാൻ പൂവാർ ടൗണിൽ അടുത്തായിട്ടൊരു ബീച്ചുണ്ട്. ഇതാണ് മെയിൻ ബീച്ച്, പൂവാർ ബീച്ച് എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളെ കാണിച്ച പൊഴിക്കര എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ അത് കായലും കടലും ചേരുന്ന ഒരു അഴിമുഖമായിരുന്നു. ഇന്ന് നമ്മുടെ ബീച്ചാണ്. ബീച്ചിൻ്റെ ഒരു സൈഡിൽ തന്നെ ആ കായലിൻ്റെ ഒരു സൈഡുണ്ട്. ഇവിടെ എല്ലാ ബീച്ചിൽ പോയാലും ഇപ്പുറത്തെ വലത്തേ വശത്ത് ബീച്ചാണെങ്കിൽ ഇടത്തേ വശത്ത് കായലായിരിക്കും. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അതായത് നമ്മൾ സാധാരണ ഒരു ബീച്ച് ഏരിയയിലൊക്കെ പോകുന്ന പോലെയല്ല. അവിടെ അഗസ്ത്യാർകുടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കാട്ടാക്കട. അതായത് ഈ പൂവാറിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അപ്പുറമാണ് ഈ അഗസ്ത്യാർകുടം. അപ്പം നമ്മളിവിടുത്തെ ഈ രാത്രിത്തെ വൈബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഊട്ടി നിൽക്കുന്ന ഒരു തണുപ്പാണ്. വെളുപ്പിനെ 3 മണിക്ക് ശേഷം ഇവിടെ ഭയങ്കര തണുപ്പാണ്. അത് ഈ അഗസ്ത്യാർകുടത്തിൽ നിന്ന് വരുന്ന ആ തണുത്ത കാറ്റ്, മലനിരകളിനിടയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് ചില ഏരിയകളിലൊക്കെ ടച്ച് ചെയ്താണ് ആ കാറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ പറയും കോയമ്പത്തൂർ നിന്ന് കഴിഞ്ഞാൽ നീലഗിരി ഹിൽസിലെ കാറ്റ് വരുമല്ലോ, അതുപോലെ തന്നെയാണിത്. അഗസ്ത്യാർകുടത്തിൻ്റെ കാറ്റ് വീശുന്ന ചില പോയിൻറ്റുകളുണ്ട് ഇവിടെ പൂവാറിൽ. അതൊക്കെ ഇവിടുത്തെ നാട്ടുകാരും ഹോട്ടലുകാരും പറഞ്ഞു തന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ ചങ്ങനാശ്ശേരിക്കാരനായ ഞാൻ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിപ്പെട്ട ഞാനെങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ ആൾക്കാരും ലോക്കൽസും ഒക്കെ ആയിട്ട് ഒരു ഇൻട്രാക്ഷനിൽ നിന്നാണ് എനിക്കിതെല്ലാം മനസ്സിലായത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, എല്ലാവരും വന്ന് കാണേണ്ട നല്ലൊരു സ്ഥലമാണ് ഇത്. ഇപ്പോൾ ഒരു ചേട്ടൻ നെറ്റ് വീശി മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ ഇവിടുത്തെ വൈബ്സൊക്കെ കണ്ടോ? ഇവിടെ ഞാൻ 2ാമത്തെ പ്രാവശ്യം വരുന്ന. രാവിലെ ഫസ്റ്റ് ടൈം, ആദ്യം ഉച്ചയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ, വീഡിയോസ് എടുത്തില്ല. അപ്പോൾ ഒരു പട്ടി ലക്ഷ്യമായിട്ട് എന്നെ നോക്കിയിട്ട് വരുന്നുണ്ട്. പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. ഭയങ്കര പേടിയാണ്, പട്ടിയെ ഭയങ്കര പേടിയാണ്. എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ചേട്ടൻ്റെ ഒരു മീനോ ചേട്ടൻ്റെ കയ്യിലൊരു മീനുണ്ട്. ആ മീനുമായിട്ട് അദ്ദേഹത്തിൻ്റെ മീനിനെയൊക്കെ സൂക്ഷിക്കാൻ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്ത് കൊണ്ടിടുക. ഇവിടെ രാവിലെ വളരെ ആൾക്കാർ കുറവാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. പിന്നെ മീൻ നെറ്റിടുന്ന ചേട്ടന്മാർ 2 പേരുണ്ട്. പിന്നെ കുറേ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിലെ ക്ഷാമമായ കുറേ നായ്ക്കളുമുണ്ട്. ഇതാണിപ്പം ഇവിടുത്തെ കാഴ്ചകൾ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോഴും ഈ കടപ്പുറത്തിൻ്റെ കായലിലേക്ക് സൗന്ദര്യം ആസ്വദിച്ച് നല്ല മീനൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ച് ഇന്നലെ. അപ്പം മീന് ഒരു പഞ്ഞവുമില്ല. ഇവിടുന്ന് കുറച്ച് ദൂരം പോയി വിഴിഞ്ഞമുണ്ട്, അത് ഭയങ്കര ഫിഷാണ്. മീൻ കിട്ടുന്ന ഇടത്തായി ഇപ്പം ഞാൻ നിൽക്കുന്നത്. പൂവാറാണെങ്കിലും ശരി, വിഴിഞ്ഞമാണെങ്കിലും ശരി, എല്ലാം നല്ല ഫ്രഷ് മീൻ കിട്ടും. അത് ആസ്വദിച്ച് ഊണ് കഴിക്കാൻ ഒരു 150 രൂപ, 90 രൂപ, പലതും പല റേറ്റ്. പിന്നെ വീട്ടിലെ ഊണൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. പിന്നെ നല്ല തണുപ്പുണ്ട്, മനസ്സ് റിലാക്സ്ഡാണ്. എന്താ പറയുക, നല്ല വൈബ്, പോസിറ്റീവ് എനർജി. ശരി, എന്നാൽ നല്ലൊരു ദിവസം നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശരി ഫ്രണ്ട്സ്.